JSK എന്ന് പറയുന്ന സിനിമയും അതിൽ അഭിനയിച്ച മാധവ് സുരേഷൊക്കെ ഇപ്പോൾ കുറച്ച് വൈറലാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ എയറിലാണെന്ന് പറയാം അല്ലേ ജോക്കറെ? പക്ഷെ അത് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അത് ഇത്രയ്ക്കൊക്കെ എയറിലാവേണ്ട കാര്യമുണ്ടോ? ഇല്ല, കാരണം മാധവ് സുരേഷ് ഒരു നെപ്പോ കിഡാണ്. അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രായം ഏകദേശം കുറവാണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തു. അല്ലെങ്കിൽ ഈ അഭിനയം എന്നുള്ളത് എല്ലാവരും ഫസ്റ്റ് വരുമ്പോൾ തന്നെ മാരകമാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും എടുക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ ഭയങ്കരമായിട്ട് കിസ് ചെയ്ത് പൊളിച്ചു കളയും നമ്മുടെ പക്ഷെ ആ ആള് എത്രമാത്രം കേപ്പബിൾ ആണെന്നോ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകനാണ് എന്നുള്ള ഒരു ആക്ടറുടെ മകനാണെന്നുള്ളത് നോക്കിയിട്ടാണ് പൊളിക്കുന്നത്. അതിൽ എത്ര സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശരിക്കും JSK ഇറങ്ങിയ ശേഷമാണ് ഈ മാധവനെതിരെയുള്ള ട്രോളുകളൊക്കെ വന്നെങ്കിലും ശരിക്കും ആ പഴയ കുമ്മാട്ടിക്കളി സിനിമയെ വെച്ചിട്ടാണ് അതിൻ്റെ സീൻസൊക്കെ വെച്ചിട്ടാണല്ലോ ഈ ട്രോളുന്നത്. JSK അല്ല ശരിക്കും. JSKയുടെ സീൻസ് ഒന്നും എവിടെ അവൈലബിൾ അല്ലോ, തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. പക്ഷേ ഈ ഒരു തരം ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കളിയാക്കൽ വന്നു തുടങ്ങിയത് JSK റിലീസിന് ശേഷമാണ്. അത് ശരിയാണ്, JSKക്ക് ശേഷമാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് കാര്യങ്ങളെല്ലാം. പക്ഷേ JSKയുടെ യഥാർത്ഥമായിട്ടുള്ള ആ സിനിമയുടെ പ്രമേയവും ഈ പറഞ്ഞ അതിൽ മാധവ് സുരേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറും ഇതിൽ സുരേഷ് ഗോപി എന്നുള്ള ആക്ടറുടെ അഭിനയവും ഇത് വെച്ച് നോക്കുമ്പോൾ മാധവ് സുരേഷിൻ്റെ ഇപ്പോഴും നമ്മുടെ ഒരു ഡയറക്ടർ പറയാണ് മതി എന്ന് പറയുന്നത്. ഇങ്ങനെ അഭിനയിച്ചാൽ മതി, അതങ്ങനെയാണ്. അത് ന്യൂ കമർ ആയിക്കഴിഞ്ഞാൽ അത് ആരുടെ മകനായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഡയറക്ടർ പറയാണ്, സംവിധായകൻ പറയാണ് ഇങ്ങനെ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ അഭിനയിച്ചാൽ മതി, അതിനപ്പുറത്തേക്കില്ല. അവൻ പറയുന്നത് ഡബ് ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ ഓക്കെ. പിന്നെ അതാണ് ജനങ്ങൾ കാണുന്നത്. ഈ മാധവ് സുരേഷിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അദ്ദേഹം പഴയ ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുന്നു. അല്ല, മെയിനായിട്ട് അച്ഛനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, സുരേഷ് ഗോപിനായിട്ട് കമ്പയർ ചെയ്യുന്നു. അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പോൾ പല നടന്മാരും ആദ്യത്തെ സിനിമ ചിലപ്പോൾ ഗംഭീര പെർഫോമൻസിലൂടെ വന്ന നടന്മാരുണ്ടാവും, അവരൊക്കെ വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യണത്. പക്ഷേ മാധവ് തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു ഇൻ്റർവ്യൂവിൽ JSKയുടെ റിലീസിൻ്റെ തലേ ദിവസം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കളിയാക്കൽ വരുന്നുണ്ട്, ഞാൻ അതൊക്കെ കാണുന്നുണ്ട്, അഭിനയം എനിക്ക് പറ്റില്ല എന്ന് തോന്നി ഞാൻ അവിടെ നിർത്തും, അതല്ല എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഇനിയും പറ്റും, ഞാൻ ചെയ്യും എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അതാണ് പുള്ളി പറഞ്ഞത്. ഞാനിപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, ഇവിടെ വന്നിരിക്കുന്ന നടന്മാർ ആദ്യമായിട്ട് അഭിനയിച്ചതിൽ ഇപ്പോൾ നാടകത്തിൻ്റെ അല്ലെങ്കിൽ വേറെ ഒരു ഡ്രാമ സ്കൂളിൽ പോകാത്തയോ ആളുകളൊക്കെ വന്നിട്ട് ആരാണ് ഫസ്റ്റ് അഭിനയം തന്നെ ഇഷ്ടപ്പെട്ട ആരാണോ, ഏത് നടനാണ്? അത് എല്ലാവരും ഇന്ന് കുഞ്ചാക്കോ ബോബൻ വരെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എനിക്ക് അനിയത്തിപ്രാവ് കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും എന്ന് പറഞ്ഞാൽ. അന്ന് കുഞ്ചാക്കോ ബോബൻ ആ സിനിമയും ഗംഭീരമായിരുന്നു, നല്ല പാട്ടുകളായിരുന്നു, പടം ഇൻഡസ്ട്രി ഹിറ്റ് ആയതുകൊണ്ട് കുഞ്ചാക്കോന് ആ ഫ്ലോയിൽ അങ്ങ് പോയി. പക്ഷെ ഇന്ന് കുഞ്ചാക്കോൻ പറഞ്ഞല്ലോ അനിയത്തിപ്രാവ്, നിറം, ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് വീണ്ടും ഒന്ന് അഭിനയിക്കാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഓഫ് കോഴ്സ് അനിയത്തിപ്രാവ് തന്നെയായിരിക്കും. കാരണം എനിക്ക് തന്നെ അറിയാം ഞാൻ അതിൽ നല്ല ബോറായിട്ട് അഭിനയിച്ചിട്ടുള്ളത്, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. സിദ്ദിഖ്, നമ്മുടെ നടൻ സിദ്ദിഖ് സന്ദേശത്തിലെ ഒരു ഇമോഷണൽ സീൻ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരയും, അത്ര ഗംഭീരമായിട്ട് പുള്ളി ചെയ്തത്. സിദ്ദിഖ് പറഞ്ഞു ഇന്നാണെങ്കിൽ എനിക്കത് കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുന്നത്. എല്ലാ നടന്മാരും അങ്ങനെയാണ്. പക്ഷേ അന്ന് ആ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. അന്നും ജഗദീഷിന് ഇതുപോലെ തന്നെ എന്തോ പറഞ്ഞിട്ടുണ്ട്, എന്തോ ഋഷി എന്തോ അഭിനയിക്കാൻ വേണ്ടി വന്ന സമയത്തൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞത് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും ഇതുപോലെയുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരാളെ ഇത്രയും സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് മാധവ് സുരേഷിന് ഇത്രമാത്രം അറ്റാക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ കണ്ടന്റ്. ഇപ്പോൾ ഒരാളെ കളിയാക്കുന്ന, അതായത് ഒരാളെ കളിയാക്കുമ്പോൾ കിട്ടുന്ന അത്ര സുഖം അദ്ദേഹം ചെയ്തു, ഓക്കെ, നോർമൽ രീതിയിലുള്ള. പക്ഷെ ഇതെല്ലാവരും ഈ പറയുന്ന എന്തൊരു വീഡിയോയിലും ആ ഓഡിയോ എടുത്തിട്ടുണ്ട്, പല പല വീഡിയോസിലും അത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ പറയുന്ന ഒരു പ്രവണത, അത് ഒരാൾ തേജോധം ചെയ്യുന്നതിന് തുല്യമോ. ശരിയാണ്, കളിയാക്കണം, ഓക്കെ. പക്ഷെ എല്ലാവരും ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരൊക്കെ എങ്ങനെ അത്, കാരണം ആദ്യമേ തന്നെ ഇപ്പൊ പൃഥ്വിരാജിനെ തന്നെ ആദ്യമേ തന്നെ വന്നപ്പോൾ തന്നെ ഒരുപാട്, അതായത് ഇപ്പൊ മാധവൻ അങ്ങനെയുള്ള സുരേഷ് ഗോപി വരെ കഴിഞ്ഞ ദിവസം കളിയായിട്ട് പറഞ്ഞല്ലോ പൃഥ്വിരാജിന്റെ ബാധ എന്തോ കയറിയിട്ടുണ്ട് എന്ന്. ഞാനൊരു ട്രോളാ കണ്ടത്, സുരേഷ് ഗോപിയുടെ ഡീറ്റെയിൽഡ് ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല. കാരണം മാധവന്റെ ഇംഗ്ലീഷൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് അവന് ഒരു പൃഥ്വിരാജ് ബാധ കയറിയിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ കേട്ടിട്ടുള്ളൂ. എന്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയില്ല. പോലും അത്രയും എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തമാശ രൂപേണയാണ് പറഞ്ഞത്. കുടുംബമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തകർന്നു പോലെ. അത് ഒരുപാട് പേര് പറയുന്നുണ്ടാവും ആദ്യമേ വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതും മൂലം ഇദ്ദേഹം ഫേമസ് ആയി, മാധവ് സുരേഷ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആയി നിൽക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഓരോ ആക്ടിങ്ങും എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇത് ചെയ്തു, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു പേര് വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.